കഴിഞ്ഞ ഒരു 4-5 വർഷത്തില് വാല്യൂ കുറഞ്ഞ സംഭവങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു സംഗതിയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ള റാങ്കിങ്. അതായത് പണ്ടൊക്കെ നിങ്ങൾ ന്യൂസിൽ എപ്പം കാണുമായിരിക്കും എൻറ്റയർ കൺട്രിയിൽ ഏറ്റവും താഴെ കിടന്ന സ്റ്റേറ്റ് ആണ് കേരളം. എന്താണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ വേൾഡ് ബാങ്കിന്റെ ഒരു റാങ്കിങ് കാറ്റഗറി ആയിരുന്നു. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ കൺട്രി ഒരു BRAP എന്നൊരു സംഭവമുണ്ട്, ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ എന്നുള്ള. അത് അസോസിയേറ്റ് സ്റ്റേറ്റ്സ് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നു അതൊക്കെ റാങ്ക് ചെയ്യുന്ന സിസ്റ്റമാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് അറിയപ്പെട്ടുണ്ടായത്. അതിൽ കുറെ വേർഡ്സിൽ കുറെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതിന്റെ ഈ റിഫോംസിൽ നമ്മൾ എത്ര റിഫോംസ് വരുത്തി അതിന്റെ ഒരു സ്കോറിംഗ് നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് നമുക്ക് തരും. നമുക്കൊരു 15-16 നമുക്കൊരു ഒരു 20% നമ്മൾ സ്കോർ ഒക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് നമ്മളെ റാങ്കിങ് ഏറ്റവും താഴെ ഉണ്ടായിരുന്നത്. ഈ നമ്മുടെ 2016 തൊട്ട് നമ്മുടെ ഗവൺമെന്റ് ഇതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. എങ്ങനെയാണ് ഇത് മാറ്റിയെടുക്കാൻ പറ്റുക എന്നുള്ളത്. അങ്ങനെ മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ കുറെ നിയമങ്ങൾ കൊണ്ടുവന്നു, കുറെ നോട്ടിഫിക്കേഷൻസ് കൊണ്ടുവന്നു, കുറെ സിസ്റ്റംസ് കൊണ്ടുവന്നു. ഈ മാറ്റങ്ങൾ കാരണം എന്ത് സംഭവിച്ചു? പണ്ട് നമ്മുടെ സ്റ്റേറ്റസ് ജംപ് സ്റ്റാർട്ട് റിക്വയർഡ് എന്നുള്ളതാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് നമ്മുടെ സ്റ്റേറ്റസ് എന്ന് പറയുന്നത് ടോപ്പ് അച്ചീവർ, അതായത് നമ്മൾ 99% സ്കോറും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ടോപ്പ് അച്ചീവർ എന്നുള്ള കാറ്റഗറിയാണ് നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ട്. അങ്ങനെ കിട്ടാൻ തുടങ്ങിയതോടെ ഇതിന്റെ ഒരു വാല്യൂ നമ്മുടെ മീഡിയയിൽ നഷ്ടപ്പെട്ടു. ഇതിന്റെ വാല്യൂ കുറഞ്ഞെങ്കിലും ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ് നമ്മുടെ നാട്ടിൽ ഒരു ബിസിനസ്സും വരില്ല. അത് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അന്വേഷിച്ചപ്പോഴാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു പ്രൊജക്ട് ആണ് കൊച്ചി ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ കോറിഡോർ. ഇത് ചെന്നൈ ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ കോറിഡോറിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നോഡ് ആയിരിക്കും പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത്. ഇതിന് ഏതാണ്ട് 1700 ഏക്കർ സ്ഥലം ആവശ്യമുണ്ട്. ആ സ്ഥലത്തിന്റെ ഏതാണ്ട് 92% എക്വയറിംഗും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഏത് 1400 കോടിയോളം നമ്മൾ കിഫ്ബിന്ന് എടുത്തിട്ടാണ് നമ്മൾ ഇത് ഫണ്ട് ചെയ്തത്. വേറെ സംഭവം ഞാൻ എടുത്ത് നോക്കിയത്, കഴിഞ്ഞ കൊല്ലം നമ്മൾ ഒരു ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് നമ്മൾ നടത്തിയിരുന്നു. ആ സമ്മിറ്റിൽ നമുക്ക് ഏതാണ്ട് 1.5 lakh ക്രോർസിന്റെ പ്രൊജക്ടിന്റെ കമ്മിറ്റ്മെന്റ്സ് നമുക്ക് വന്നിട്ടുണ്ട്. കമ്മിറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റുകളാണ്. ഇതൊക്കെ കൺവേർട്ട് ആവില്ല. പക്ഷെ നമുക്ക് ഇവിടെ ഇപ്പോൾ വളരെ കോംപ്രഹെൻസീവ് ആയ ഒരു ട്രാക്കിംഗ് മെക്കാനിസം ഉണ്ട്. ഇതിന്റെ എത്ര കൺവേർട്ട് ആവുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഓൾറെഡി 50,000 ക്രോർസിന്റെ പ്രൊജക്ടിന്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. അതായത് ഓപ്പറേഷണൽ ഇതിലേക്ക് നമ്മൾ കടന്നിട്ട് ഇതിന്റെ എക്സ്റ്റൻഷൻ ആയിട്ടാണ് നമ്മൾ ഡാവോസിലും വേൾഡ് എക്കണോമിക് ഫോറം ഡാവോസിൽ നടക്കും. അവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് അവിടുന്ന് നമുക്ക് ഏതാണ്ട് 1.18 lakh ക്രോർസിന്റെ കമ്മിറ്റ്മെന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ANSR ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു ഫേമിന്റെ നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്ന ഇൻവെസ്റ്റ്മെന്റ്സ്. അവരിപ്പോൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്തും കൊച്ചിയിലും ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റേഴ്സ് ആണ്. ഇവരെ ഏൽപ്പിക്കുന്ന ഗുണം എന്താ വെച്ചാൽ ഇവരെ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. എന്നിട്ട് ഇവരുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ Fortune 500 കമ്പനീസിനെ നമുക്ക് വേണ്ടി കൊണ്ടുതരും. അത് നമ്മുടെ നാട്ടിലെ ഓപ്പർച്യൂണിറ്റീസ് വർദ്ധിപ്പിക്കും. എല്ലാം പണ്ടത്തെ പോലെ ഒന്നല്ല, ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇതിപ്പം പ്രൈവറ്റ് സൈഡിലേക്ക് മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ഈ കഴിഞ്ഞ 10 കൊല്ലത്തിൽ നമ്മുടെ PSUസിന് വന്ന മാറ്റങ്ങൾ നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു.